നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ശനി മാറ്റത്തെക്കുറിച്ച് ആണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു വന്നത്. പലരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഏഴര ശനി തീരുന്ന നക്ഷത്രത്തെക്കുറിച്ച് ഒന്ന് പറയണം എന്ന് ആവശ്യപ്പെട്ടു. ഏഴര ശനി മാറുന്ന നക്ഷത്രങ്ങൾ ഒരു രാശിയിലുള്ളവർക്ക് മാത്രമാണ് ഏഴര ശനി പൂർണ്ണമായിട്ട് മാറുന്നത്. അതായത് മകരരാശിക്കാർക്ക്. മകരരാശിയിൽപ്പെടുന്ന നക്ഷത്രം ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം പൂർണ്ണമായിട്ടും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന രാശിയാണ് മകരരാശി. ഈ രാശിക്കാർക്ക് 2025 മാർച്ച് മാസം 30 രാവിലെയോടുകൂടി നിങ്ങളുടെ ഏഴര ശനി അവസാനിക്കുക. 7.5 വർഷം നിന്ന ശനി ഇതാ നിങ്ങളെ വിട്ടു പോവുകയാണ്. 3 ഘട്ടങ്ങളിലായിട്ട് ശനി വളരെ ഉപദ്രവിച്ചു. ഇനി ഒരു ഏഴര ശനി വരണമെങ്കിൽ നമുക്ക് ഈ ശനി മാറി 30 വർഷത്തിലൊരിക്കൽ 7.5 വർഷക്കാലം ഏഴര ശനി വരും. അപ്പോൾ ഇനി 22.5 വർഷം കഴിഞ്ഞതിന് ശേഷമേ മറ്റൊരു ഏഴര ശനി നേരിടേണ്ടി വരത്തുള്ളൂ. ഇതിനിടയ്ക്ക് കണ്ടശനിയൊക്കെ വരാം. അപ്പോൾ ശനിയുടെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടം നിങ്ങൾ പാസ് ചെയ്ത് പോയി. വളരെ എല്ലാ രീതിയിലും ഏഴര ശനിയിൽ നമ്മളെ ഉപദ്രവിച്ചു. അപ്പോൾ മകരരാശിക്കാർക്ക് ഇതാ ഏഴര ശനി പൂർണ്ണമായിട്ട് മാറുകയാണ്. കുംഭരാശിക്കാർക്ക്, കുംഭരാശി എന്ന് പറയുമ്പോൾ ശരിക്ക് ഏഴര ശനിയുടെ അടുത്തൊരു ഘട്ടം നിലനിൽക്കുന്ന, ജന്മത്തിൽ ശനി നിൽക്കുന്ന കാലഘട്ടത്തിലുള്ളവർക്ക് ശനി പാദശനിയിലേക്ക് അതിൻ്റെ ശക്തി കുറഞ്ഞു പോവുകയാണ്. അതായത് അവിട്ടത്തിൻ്റെ പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും നിങ്ങൾക്ക് ഏഴര ശനിയുടെ ശക്തിഭാവം കുറയാണ്. പാദശനിയിലേക്ക് പോവുകയാണ്. കുറച്ച് അലച്ചിലും അസ്വസ്ഥതയൊക്കെ വരുമെങ്കിലും കഴിഞ്ഞ 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് നല്ലതാണ്. ദോഷത്തിൻ്റെ കാഠിന്യം കുറയാണ്. നിങ്ങൾക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. കുറച്ചുകൂടി ശനിയെ പ്രീതിപ്പെടുത്തി പോയാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോവും. ശനിയുടെ കാഠിന്യം കുറയും. അപ്പോൾ ഏഴര ശനി അവിടെ 3ാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതുപോലെ മീനൻ രാശിക്കാർ, പൂരുരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശരിക്ക് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് ശിരസിൽ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടത്തിൽ ശനി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും മോശ സമയത്ത് നിന്ന് ജന്മത്തിലേക്ക് മാറുകയാണ്. ജന്മവും മോശമാണ്. 2.5 വർഷക്കാലം കൂടി മാർച്ച് 30 തൊട്ട് ജന്മത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾക്കും വലിയ സമാധാനം ഉണ്ടാകുന്ന കാലഘട്ടമല്ല. എങ്കിലും നമുക്ക് നേരത്തെ സമയത്തേക്കാൾ കുറച്ചുകൂടി 12 നിന്ന് ശനി മാറുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയ്ക്ക് ചേഞ്ച് വരും. സാമ്പത്തിക അവസ്ഥയ്ക്ക് ചേഞ്ച് വരും. ശരീരത്തിനെയൊക്കെ കുറച്ച് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ശനിയുടെ അവസ്ഥ. അപ്പോൾ ശനി അവസാനിക്കുന്ന നക്ഷത്രക്കാർ മനസ്സിലായി. മകരക്കൂറുകാർക്കാണ് ശനി പൂർണ്ണമായിട്ട് മാറുന്നത്. നിങ്ങൾ ഇനി എന്ത് കാര്യങ്ങൾക്ക് വേണോ ഇറങ്ങണം. അത് വിജയത്തിലേക്ക് വരുന്ന സമയമാണ്. നിങ്ങൾക്ക് ഭാഗ്യദായകമായ സമയമാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി അതിൻ്റെ ഗുണം ലഭിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങളിതിൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ലൈവ് പ്രോഗ്രാമായി ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ലൈവ് പ്രോഗ്രാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കിട്ടാനും നിങ്ങളെ വിളിച്ച് ലഭിക്കാനും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് മെസ്സേജ് ലഭിക്കും. അപ്പോൾ എല്ലാ പേർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.